നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇന്നലെ അമ്പലത്തിൽ കൊട്ടിപ്പാടാൻ പോയിരുന്നാണല്ലോ. അപ്പൊ പോക്കറ്റിലുണ്ടെങ്കിലും കാണാതിരിക്കില്ല. നോക്കട്ടെ. ഒന്നുമില്ല. ഏട്ടത്തി അച്ഛന്റെ കാശ് മോഷ്ടിക്കാൻ നോക്കിയല്ലേ? എന്താ ഏട്ടത്തി ഇത്? ഏത് എന്താ നീ പറയുന്നേ? ഏട്ടത്തി കാശ് മോഷ്ടിക്കാൻ നോക്കിയതല്ലേ? എടച്ചക്കോ ദേ എന്നെ കള്ളിയാക്കാൻ നോക്കിയാലുണ്ടല്ലോ നിന്റെ തല അടിച്ച് പൊട്ടിക്കും ഞാൻ. എന്താ ഏട്ടത്തി ഇത്? ഏട്ടത്തിയല്ലേ കാശ് മോഷ്ടിക്കാൻ നോക്കിയത്? ഇവൻ കുഴപ്പമുണ്ടാക്കുന്നതിന് മുൻപ് ഈ കുറ്റം ഇവന്റെ തലയിൽ തന്നെ തിരിച്ചു വെച്ചു കൊടുക്കാം. ആ അമ്പട കള്ളാ, നീ പൈസ മോഷ്ടിക്കൂല. ഇങ്ങോട്ട് വാടാ വാടാ. ഏട്ടത്തി വിട് ഏട്ടത്തി. വാ. ദേ നിങ്ങളുടെ അരിമമോൻ ചെയ്തത് കണ്ടോ? സ്വന്തം അച്ഛന്റെ കീശയെന്ന് കാശടിച്ചു മാറ്റുന്നു. അയ്യോ ഞാനല്ല. പിന്നെ ഞാനായിരിക്കും. മുറി അടിച്ചു വരാൻ ചെന്നപ്പോ ഒരു രൂപ അങ്ങനെ നിൽക്കുന്നു. നോക്കുമ്പോ ഇവൻ അച്ഛന്റെ ഷർട്ടിന്റെ കീശയില് കൈയിട്ട് കാശെടുക്കുന്നു. ഏട്ടത്തിയല്ലേ കാശെടുത്തത്? ഞാനത് കണ്ടതാ. ആ പ്രതീക്ഷിച്ച പോലെ തന്നെ. കുറ്റം എന്റെ തലയ്ക്ക് കൊണ്ടിട്ടു. ഹാർട്ടിന് കുഴപ്പമുണ്ടെന്നും പറഞ്ഞ് കൊഞ്ചിച്ച് ലാളിച്ച അവസാനം ഇവൻ പേര് കേട്ട ഒരു കള്ളനാവും. ജയന്തി, അപ്പുവിനെ കുറിച്ച് എല്ലാവർക്കും നല്ലോണം അറിയാം. അവൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. അടിപൊളി. അപ്പൊ ഞാൻ വിട്ടു. മക്കളെ ന്യായീകരിച്ച് നടക്കുന്ന അച്ഛനമ്മമാരാ മക്കളെ കള്ളന്മാരും കൊള്ളക്കാരും ആക്കുന്നതിലെ പ്രധാന ഉത്തരവാദികൾ. മക്കളുടെ തെറ്റുകുറ്റങ്ങളെ ഏറ്റവും അവസാനം അറിയുന്നത് അച്ഛനും അമ്മയുമാ. ദേ എഴുതി വെച്ചോ, ഇവനെ നല്ല മുഴുത്ത കള്ളനാവും. ജയന്തി, നിന്റെ നാടകമൊക്കെ മനസ്സിലായി. എന്റെ കുഞ്ഞിനെ വേദനിപ്പിച്ച് വല്ലതും സംസാരിച്ചാലുണ്ടല്ലോ. അയ്യോ ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. കൊന്നവനല്ല കണ്ടവനാ കുറ്റമെന്ന് പറയും. നേരാ, ഇനി ഞാനൊന്നും പറയുന്നില്ല. അജു അച്ഛ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഏട്ടത്തിയാ കാശെടുത്തത്. മോനെ അപ്പോ അച്ഛനല്ലേ അറിയാം. മോൻ വിഷമിക്കണ്ട കേട്ടോ. വാസുട്ട്, എനിക്കൊന്ന് ഇരിക്കണം. എന്താ ദേവി? അയ്യോ അമ്മേ, എന്തു പറ്റമ്മേ? ഒന്നുമില്ല മോനെ. എന്താ ഇരിക്കണോ ദേവി? ക്ഷീണം പോലെ. ഇരുന്നോ. അമ്മേ, കുടിക്കാൻ വെള്ളം എന്തെങ്കിലും വേണോ? വേണ്ട, ഒന്നും വേണ്ട. വാസുട്ട്, എന്താ ദേവി? അമ്പലത്തിൽ പാടുന്ന പാട്ടിൽ ഏതെങ്കിലും ഒന്ന് പാടാവോ? അല്ലെങ്കിൽ ഏതെങ്കിലും കീർത്തനം വെച്ച് തരാവോ? അമ്മേ, ഞാൻ വെച്ച് തരാം. പറയുന്നേ ഒരു കൃഷ്ണ തുളസി പാടിയ പാട്ടുണ്ട്, ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. അത് വെക്കാം. ഇതാര് പാടിയതാ? കൃഷ്ണ തുളസി പുതിയ പാട്ടുകാരിയെന്നാ തോന്നുന്നേ. വാസുട്ടാ, നമ്മുടെ മോളുടെ അതേ ശബ്ദം പോലെ തോന്നുന്നില്ലേ? അത് നേരെ അസല് ശ്യാമിച്ച് പാടും പോലെ. ഇനി വിസ്മയ കൃഷ്ണ തുളസി എന്നുള്ള പേര് പാടുന്നതാണോ? അല്ലമ്മേ, ഇത് പുതിയ ആളാ, കൃഷ്ണ തുളസി. ഇതെന്നാ റെക്കോർഡ് ചെയ്തത്? അത് ശരി, ഞാൻ അറിയാതെ ശ്യാമയെ വരുത്തിയല്ലേ. പുതിയ പ്രോഗ്രാം എന്തെങ്കിലും നിനക്ക് കിട്ടിയായിരുന്നോ? നീ വിളിച്ചപ്പോ ശ്യാമ വന്നോ? മോളെ,
ഒരു കാര്യം, എന്നെ അറിയിക്കാതെ വേണ്ട. ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും തിരിച്ചറിഞ്ഞാലുണ്ടല്ലോ ഒക്കെ കഴിയും. ശ്ശേ, അതെ, ശ്യാമയുടെ ശബ്ദത്തിന് കുറച്ചും കൂടി ഒരു മിഴിവ് വന്നിട്ടുണ്ട്. മെച്ചപ്പെട്ടു. ആഹ്, അത് നന്നായി. നിന്റെ പ്രശസ്തി കൂടുതൽ വലുതാകും. ഓ എന്തായാലും നിന്റെ പുതിയ പാട്ട് തകർത്തു. എന്റെ പുതിയ പാട്ടോ? ഇതേ ഞാൻ പാടിയ പാട്ടല്ല. നീ എന്താ പറഞ്ഞേ? ഇത് ഞാൻ പാടിയ പാട്ടല്ലെന്ന്. പിന്നെ ശ്യാമയാണോ? ഒരു കൃഷ്ണ തുളസി. കൃഷ്ണ തുളസിയോ? ആ അതെ, കൃഷ്ണ തുളസി. ഈ പാട്ട് പാടിയിരിക്കുന്നത് കൃഷ്ണ തുളസി എന്ന് പറയുന്ന ഒരു പെണ്ണ. ഞാൻ പാടിയ പുതിയ പാട്ടില്ലെന്ന് ചോദിച്ച് എന്റെ ഏതോ ഒരു ഫാനാ എനിക്കിത് അയച്ചു തന്നത്. കൃഷ്ണ തുളസി എന്ന് പേര് മാറ്റിയോന്ന് ചോദിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല മമ്മി. പിന്നീടാ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞത്. പാടിയ പെണ്ണിന്റെ വിഷ്വലൊന്നുമില്ലേ? ആ അതെ, കായലും കടലും പ്രകൃതിയും ഒക്കെയാണ്. ആ മമ്മി, നമുക്കിനി ഭീഷണിയാവാൻ പോകുന്നതേ ശ്യാമയല്ല, ഈ കൃഷ്ണ തുളസിയാ. ഹലോ ഹലോ, വിസ്മയല്ലേ? ആ അതെ. വിസ്മയ, ഞാൻ വിസ്മയുടെ ഒരു ഫാനാ. വിസ്മയ പേര് മാറ്റിയോ? കൃഷ്ണ തുളസി എന്ന പേരിൽ പാടിയോ? സൂപ്പർ പാട്ടാ, ഒരുപാട് തവണ കേട്ടു. ഹലോ 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 ഹലോ, ക്ലിയർ ആവുന്നില്ല. ശ്ശേ. കൃഷ്ണ തുളസിയുടെ പാട്ടിനെ പുകഴ്ത്താൻ വിളിച്ചതാ. ഞാനാണോ കൃഷ്ണ തുളസിന്ന്? ഹേ, കൃഷ്ണ തുളസി ഒരു ഭീഷണിയാണല്ലോ. അതെ, അതെ അച്ഛൻ. അമൃത, ഐശ്വര്യ, ശ്യാമ 3 പേരുടെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു കോളേജിലെ 2 പ്രൊഫസർമാരാണ് ഇത് വാല്യൂ ചെയ്തിരിക്കുന്നത്. ഓരോരുത്തരുടെയും പെർഫോമൻസ് ഡീറ്റെയിൽസ് അവർ തയ്യാറാക്കി ഒപ്പിട്ടേപ്പിച്ചിരിക്കുകയാണ് ഈ കവറിൽ. സീൽ ചെയ്ത കവറാണ്. സംശയമുള്ളവർക്ക് നോക്കാം. സംശയമൊന്നുമില്ല, എങ്കിലും ഒന്ന് നോക്കട്ടെ. എന്താ ഐശ്വര്യ ഇങ്ങനെ വിശ്വാസമില്ലാത്ത പോലെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.